നാളത്തെ നിങ്ങളുടെ SSLC മോഡൽ എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസുള്ള ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന പാഠത്തിലെ ഒരു 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 കോർഡിനേറ്റുകൾ തന്നിട്ട് C എന്ന കോർഡിനേറ്റ് കണ്ടുപിടിക്കാനും B സ്ലോപ്പ് കണ്ടുപിടിക്കാനും. നമുക്കറിയാം C എന്ന പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? a+1 = 4 + 5. a+1 = 9. a = 9 - 1 = 8. ഇതേപോലെ എന്താ ബിയും കണ്ടുപിടിച്ച് C കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. B ക്വസ്റ്റ്യൻ സ്ലോപ്പ് കണ്ടുപിടിക്കാം. നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാം. y2 - y1 / x2 - x1 എന്ന ഇക്വേഷന് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്ലോപ്പ് കിട്ടും. AC എന്ന ഡയഗണലിൻ്റെ നടുക്കോട് എന്താണ് ഒരു ഡയഗണൽ വരച്ചു കൊടുത്താൽ മതി. C എന്ന കോർഡിനേറ്റ് കിട്ടുമല്ലോ. അത് വെച്ച് y2 - y1 x2 - x1 അപ്ലൈ ചെയ്ത് സ്ലോപ്പ് കണ്ടുപിടിക്കാം. C ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ A ആൻഡ് C. എയിലൂടെയും സിയിലൂടെയും ഉള്ള ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇക്വേഷൻ കണ്ടുപിടിക്കാൻ അറിയാലോ നിങ്ങൾക്ക്. എങ്ങനെയാണ്? y - y2 / x - x2 = പിന്നെ കണ്ടുപിടിച്ച സ്ലോപ്പ് എത്രയാണെന്ന് ആ സ്ലോപ്പ് എന്തോ ചെയ്യണം? ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം എന്തോ കിട്ടും? ഇക്വേഷൻ ഓഫ് ദി ലൈനും കിട്ടും. B ക്വസ്റ്റ്യൻ ഡസ് ദിസ് ലൈൻ പാസ് ത്രൂ ദ ഒറിജിൻ. ഇത് ഒറിജിനിലൂടെ കടന്നു പോകുമെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാധ്യതയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പിക്ചർ PQRS ഈസ് PQR ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. അതിനെ മിഡ് പോയിൻ്റ് ആയിട്ട് പോകുന്നതാണ് PQR എന്നത്. അങ്ങനെയാണെങ്കിൽ P എന്നതിൻ്റെയും Q എന്നതിൻ്റെയും കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കുക. Pൻ്റെയും Qൻ്റെയും കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് PR ആൻഡ് AQ. C കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ PQR. ഇതെന്ന് പറയുമ്പോൾ ഈ പഠിച്ച എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആ പടത്തെ എന്താണ് നിങ്ങളൊന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് എന്താണ്? ഒരു പാരലോഗ്രാമാണ് അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ഇതും എന്താണ്? ഒരു പാരലോഗ്രാം. ഇങ്ങനെ നോക്കുമ്പോൾ ഇതും എന്താണ്? ഒരു പാരലോഗ്രാമാണ്. അങ്ങനെ നിങ്ങൾ ഓരോ പാരലോഗ്രാമായിട്ട് എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇക്വേഷൻ ഇട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും ഈ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് സോളിഡ്സിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളുടെ x/316 = r/l എന്ന ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന എന്താണ് സെക്ടറിൻ്റെ കണക്കുകളാണ് കൂടുതലും കാണുന്നത്. കോണുമായിട്ടുള്ള എന്താണ് 216 ഡിഗ്രിയുള്ള ഒരു സെക്ടറിനെ എന്താണ് വളച്ച് അല്ലെങ്കിൽ മുറിച്ച് ഒരു 15 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു കോണാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോണിൻ്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം? സ്ലാൻഡ് ഹൈറ്റും കണ്ടുപിടിക്കണം, ബേസ് റേഡിയസും കണ്ടുപിടിക്കണം. നമുക്കറിയാം സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിന് ഈക്വലാണ്. ഇവിടെ റേഡിയസ് എത്ര? 15. അതായത് സ്ലാൻഡ് ഹൈറ്റ് എത്ര? 15. പിന്നെന്തോ കണ്ടുപിടിക്കണം? ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? h = L² - R² എന്നതിലെന്തോ ചെയ്താൽ മതി. L 15 ഹോൾ സ്ക്വയറും പിന്നെന്താണ് R എന്തുവാ? R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യണം? x/316 = r/l. എക്സിനും എല്ലിനും വാല്യൂ കൊടുത്തിട്ട് R കണ്ടുപിടിക്കണം. എന്നിട്ട് R എന്തോ ചെയ്യണം? ഈ ഒരു ഹൈറ്റിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ക്വസ്റ്റ്യൻ വോളിയം ഓഫ് ദ കോൺ. എങ്ങനെയാണ് വോളിയം? ഒരു കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ സോളിഡ്സിനകത്ത് നിങ്ങൾ മെയിനായിട്ട് ഇക്വേഷൻ പഠിച്ച് നിങ്ങൾക്ക് കണക്കുകൾ എളുപ്പമാണ്. വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1/3 πr²h. എങ്ങനെയാണ്? പിരമിഡിൻ്റെ ആകുമ്പോൾ എങ്ങനെയാണ്? വലിയ മാറ്റമൊന്നുമില്ല. വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? V = 1/3
a²h. ഇവിടെ a ആവുന്നു, ഇവിടെ പൈ r ആവുന്നു. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്താണ് പഠിക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നാളത്തെ എക്സാമിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്.